രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ച് ഏറ്റവും നിർണായക മണിക്കൂറുകളിലാണ് ഉള്ളത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. രാഹുലിനെതിരായ പോലീസ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ബലാത്സംഗം ചെയ്തതിനും ഗർഭഛിദ്രം നടത്തിയതിനും തെളിവെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. രാഹുലിനെതിരെ ഇതിനിടെ കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തു. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുന്നുവെന്നാണ് സൂചന. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ രാഹുലിനെതിരെ നിലപാടെടുത്തത്. വിവരങ്ങളുമായി ഡാൻ കുര്യനും TG സജിത്തും ചേർന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഈ കോടതി നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. അതിലേക്ക് വരും മുൻപ് നമുക്ക് ലഭിക്കുന്ന ചില സുപ്രധാന സൂചനകൾ. രാഹുലിന്റെ ഒളിവ് ജീവിതം ഉടൻ അവസാനിപ്പിക്കുമോ? അത്തരം ചില സൂചനകൾ പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മൈസൂരിലോ ബംഗളൂരുവിലോ ഉണ്ട് എന്ന സംശയത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രണ്ടായി തിരിഞ്ഞുകൊണ്ട് രണ്ട് നഗരങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. അതിനൊടുവിൽ ഈ ഒളിവിടം കണ്ടെത്തിയെന്ന സൂചന വന്നതിനെ തുടർന്ന് ആദ്യം സഞ്ചരിച്ചിരുന്ന വാഹനം മാറി മറ്റൊരു വാഹനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ യാത്രാപഥം മാറ്റിയിരുന്നു. അതിനുശേഷമാണ് മൈസൂർ വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ തിരികെ കൽപ്പറ്റ കോടതിയിൽ ഹാജരായേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ കോടതി പരിസരത്ത്, അതായത് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് രാഹുലിനെ പിടികൂടാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അതല്ല എങ്കിൽ വിദഗ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൽപ്പറ്റ കോടതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയിലോ കീഴടങ്ങാനുള്ള സാധ്യതയും അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ കാണുകയാണ്. എന്തായാലും അന്വേഷണ സംഘം രണ്ട് ദിശകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച വാഹനപഥത്തിന് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വരുന്ന 2 മണിക്കൂറുകൾ ഏറ്റവും നിർണായകമായിരിക്കും. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യത കൃത്യമായി രാഹുലിന്റെ സംഘവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോടതിയിൽ കീഴടങ്ങിക്കൊണ്ട് പോലീസിന് പിടികൊടുക്കുന്ന നീക്കം നാടകീയമായി മാറ്റി കോടതിയിൽ കീഴടങ്ങി റിമാൻഡിലേക്ക് പോകുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതായത് ഏത് തരത്തിലായിരുന്നോ ഈ ക്രിമിനൽ സംവിധാനങ്ങളുടെ ഭാഗമായത്, എങ്ങനെയാണോ പരാതി വരാതെ ഇത്രയും നാൾ ഇരകളെ മാനേജ് ചെയ്തത്, സമാനമായ തരത്തിൽ അറസ്റ്റിലാകാനുള്ള സാധ്യത, പോലീസിന് മുമ്പിൽ കീഴടങ്ങാനോ അല്ലെ പോലീസിന് പിടികൊടുക്കാനുള്ള സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കി കോടതിയിലേക്ക് നേരിട്ടെത്താനുള്ള ഒരു മൂവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടിയ മതിയാകുമെന്ന കർശനമായ നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. കാരണം ഏതെങ്കിലും വിധേനെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പരിധിയിൽ നിന്ന് വീണ്ടും ദൂരേക്ക് മാറിയാൽ അത് പോലീസിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി മാറും. അതുകൊണ്ട് കൃത്യമായ സർവൈലൻസിലേക്ക് രാഹുലിനെ എത്തിക്കുക, രാഹുൽ എവിടെയാണെന്ന് അറിയുക, ഒപ്പമുള്ളത് ആരൊക്കെയാണെന്ന് അറിയുക, കേസിലെ കൂട്ടുപ്രതിയായ ജോബി ജോസഫ് ഒപ്പമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, ഇതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർക്ക് മുമ്പിലെ വെല്ലുവിളി. അതിൽ ബാംഗ്ലൂരുവിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്ന് ഉറപ്പിച്ച അന്വേഷണ സംഘം അവിടേക്ക് എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടുവെന്ന് മനസ്സിലാക്കി ഇയാളുടെ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് അധിക ദൂരം രാഹുലിന്റെ സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചത്. പിന്നീടാണ് മൈസൂരു ബംഗളൂരു ഈ 2 സ്ഥലങ്ങളിലേക്ക് പരിശോധന ചുരുക്കിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ മൈസൂർ റൂട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ കൽപ്പറ്റ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുമെന്ന വളരെ നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരി ഡാൻ, അടുത്തത് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പോലീസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ചെറിയ കാര്യങ്ങളല്ല ഉള്ളത്. നേരത്തെ പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കുന്ന തരത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്, കുറ്റകൃത്യങ്ങൾ രാഹുൽ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ ആദ്യം മുതൽ ചൂണ്ടിക്കാണിക്കുന്നത്
ഈ ഇരയായ യുവതി സമർപ്പിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളിൽ ഡോക്ടർമാരുടെ മൊഴി കൂടി അതോടൊപ്പം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഡോക്ടർമാരുടെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായി മാറാൻ പോകുന്നത്. കാരണം ഈ യുവതി ഗർഭചിത്രം നടത്തിയതിനു ശേഷം അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാവുകയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ആശുപത്രിയിലെ ഡോക്ടർ ആദ്യഘട്ടം മുതൽ തന്നെ ഈ യുവതിയോട് ഇതാരാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം നിങ്ങൾ പറയണമെന്ന് ആവർത്തിച്ച് യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും പരാതി നേരിട്ട് പോലീസിന്റെ കൈവശം എത്തുന്ന ഒരു സാഹചര്യം വന്നതിന് പിന്നാലെയാണ് ഈ ഡോക്ടറുടെ മൊഴി അടിയന്തരമായി രേഖപ്പെടുത്തിയത്. ആ ഡോക്ടറാണ് ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ മൊഴി അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ആ മൊഴിയടക്കം പരാമർശിച്ചുകൊണ്ട്, അതായത് ഇവരുടെ ശരീരത്തിൽ പീഡനത്തിന് സമാനമായ ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മൊഴിയാണ് ഈ ഡോക്ടർ കൈമാറിയത്. ആ മൊഴിയാണ് പോലീസ് റിപ്പോർട്ടിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത്. അതായത് ഒരു മ്യൂച്വൽ കൺസെന്റിൽ ഉള്ള ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് ബലം പ്രയോഗിച്ചുള്ള ഒരു പീഡനത്തിലേക്ക് പോകുന്നതിന് സമാനമായ തരത്തിലുള്ള മുറിവുകൾ ഈ യുവതിയുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സീൽ ചെയ്ത കവറിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാദിഭാഗവും പ്രതിഭാഗവും ഒരുപോലെ തന്നെ ഇൻ ക്യാമറ പ്രോസസ്സിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം ജഡ്ജിന് മുമ്പിലേക്ക് വെച്ചത്. കാരണം സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിഭാഷകരോ മാധ്യമപ്രവർത്തകരോ മറ്റ് പുറത്തു നിന്നെത്തുന്ന പൊതുജനങ്ങളോ ആരും അറിയാൻ പാടില്ലാത്തതിനാൽ ജഡ്ജി മാത്രം കാണുന്ന തരത്തിൽ അതീവ രഹസ്യമായി വേണം ഈ വാദം കേൾക്കാനെന്ന ആവശ്യം ഉന്നയിച്ചത് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒരുമിച്ചായിരുന്നു. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അടച്ചിട്ട മുറിയിൽ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ വാദം നീണ്ടുപോയാൽ വിധി പറയാനായി അടുത്ത ദിവസത്തേക്ക് ഈ കേസ് മാറ്റിവെച്ചേക്കാം. അതല്ല എങ്കിൽ ഇന്ന് തന്നെ തീരുമാനം വരും. രണ്ടായാലും രാഹുലിന് അധികകാൽ ഇനി ഹൈഡ് ചെയ്ത് മറഞ്ഞിരിക്കാൻ കഴിയില്ല. കൃത്യമായി പുറത്തേക്ക് വരേണ്ടത് രാഹുലിന് മുമ്പിൽ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. ശരി, ഡാൻ കുര്യനാണ് വിശദമായ അത്തരം വിവരങ്ങൾ നൽകിയത്. ഇനി രാഷ്ട്രീയമായി ഇത് എങ്ങനെയൊക്കെയാണ് ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്? TG സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, ഇന്ന് രാവിലെ കെ മുരളീധരനാണ് ആദ്യം തിരികൊളുത്തിയത്. നടപടി ഒട്ടും താമസിക്കില്ല, പുകഞ്ഞ കൊള്ളി പുറത്താണ്, പുകഞ്ഞ കൊള്ളിക്കൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി പുറത്തേക്ക് പോകും എന്ന തരത്തിൽ ഏറ്റവും കൃത്യമായ ഒരു പ്രതികരണവുമായി കെ മുരളീധരൻ എത്തി. കോൺഗ്രസിൽ ഇനി രാഹുലിനെ ന്യായീകരിക്കാൻ ആരുമുണ്ടാവില്ല. ഒരു മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു, അതിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകും എന്നതിലേക്ക് കൃത്യമായി എത്തുന്നതോടെ കോൺഗ്രസിനകത്തും രാഹുലിന്റെ പിന്തുണ ഇല്ലാതാവുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ശ്രീജ സംഭവിക്കുന്നത്. കോൺഗ്രസിന് രാഹുലിനെ ഇനി ഒരർത്ഥത്തിലും പിന്തുണയ്ക്കാൻ കഴിയില്ല. രാഹുലിനെ പുറത്താക്കണം. ഇതുവരെ സസ്പെൻഡ് ചെയ്തു, കോൺഗ്രസിന്റെ ഭാഗമല്ല, രാഹുലിനെതിരെ നിയമ നടപടി ഉണ്ടാവട്ടെ, ഇങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ വാദം. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുലിന് MLA സ്ഥാനം രാജിവെക്കണം, അത് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ അറിയിക്കണം. ഈ നിലപാടിലേക്ക് തന്നെ കോൺഗ്രസ് വന്നു കഴിഞ്ഞു. ഇന്ന് തന്നെ ഈ തീരുമാനം ഉണ്ടാവും നമുക്ക് കരുതാം. നേതാക്കൾക്കിടയിൽ കൂടിയാലോചനകൾ നടക്കുകയാണ്. കോടതി തീരുമാനം വരുന്ന മുറയ്ക്ക് തന്നെ ആ തീരുമാനം ഉണ്ടാകും. അത് നേതാക്കൾ സൂചന നൽകി കഴിഞ്ഞു. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ തുറന്നു എതിർക്കുന്ന ചില നേതാക്കളുണ്ട്. ചിലരൊക്കെ പരസ്യമായി അഭിപ്രായം തയ്യാറാവാത്തവരുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് അനുകൂലമായി നടക്കുന്ന ചർച്ചകൾക്ക് പിൻപറ്റി രാഹുലിനോട് ഒരു മൃദു സമീപനം സ്വീകരിച്ച നേതാക്കളുണ്ട്. ഇവർക്കെല്ലാം നിലപാട് മാറ്റേണ്ട സാഹചര്യമുണ്ട്. അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ മുമ്പ് മൃദു സമീപനം സ്വീകരിച്ചവരാണ്. ഇവരൊക്കെ ഇപ്പോൾ നിലപാട് മാറ്റുകയാണ്. അങ്ങനെ നേതാക്കൾ ഒന്നടങ്കം രാഹുലിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ്. അത് ഈ പുതിയ സാഹചര്യങ്ങൾക്കപ്പുറം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് പാർട്ടി അത്തരമൊരു നിലപാടെടുക്കേണ്ടി വരുന്നത്. കാരണം കടുത്ത നിലപാടെടുത്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും നിലപാടെടുക്കാനും വിശദീകരിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ആ വാദം. ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ച പരാതി കയ്യിൽ വെക്കാതെ അത് നിയമത്തിന് വിട്ടുകൊടുത്തു. ഇതാണ് കോൺഗ്രസിൻ്റെ ശൈലി എന്ന വാദം ഉയർത്തുന്നുണ്ട് കോൺഗ്രസ്. അതിനപ്പുറം രാഹുലിനെതിരെ കൂടുതൽ നടപടികൾ പ്രഖ്യാപിച്ചേ പറ്റൂ. അത് നേതാക്കളടക്കം പരസ്യമായ വാദം ഉയർത്തി തുടങ്ങി. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ നടപടി ഉണ്ടാകുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. വാദം വിശദമായി കേട്ട് കഴിഞ്ഞു. ഇനി കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറിയേക്കാം. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, രാഹുലിനെതിരെ പൂർണ്ണമായും പാർട്ടി നിലപാട് കടുപ്പിക്കുകയാണ്. ഇനിയും രാഹുലിനെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ രാഹുലിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലും വലിയ അപകടം സൃഷ്ടിക്കും എന്ന തിരിച്ചറിവ് കോൺഗ്രസിനകത്തും വന്നു കഴിഞ്ഞു.